സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്. ഇന്ന് രാത്രി സമയം 12 മണിയായിരിക്കുന്നു. ഈ രാത്രി വൈകി ഇനി കോൺഗ്രസിന്റെ ഒരു പട്ടിക പ്രതീക്ഷിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ആർക്കും അറിയില്ല, കോൺഗ്രസ് നേതാക്കൾക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണുദ, ഈ ദിവസം കഴിയുകയാണ്, ഈ പകൽ കഴിഞ്ഞു, ഇനി ഇന്ന് ഒരു പട്ടിക ഉണ്ടാകുമോ? തന്നെ ആവർത്തിക്കേണ്ടി വരും. കാരണം ഈ രാത്രി നീണ്ടും ഇപ്പോഴും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിന്റെ ഒരു തീരുമാനം എന്തായാലും ഇന്ന് രാത്രി തന്നെ ഉണ്ടാകും. പക്ഷെ അതിന്റെ പ്രഖ്യാപനം മാത്രമാണ് ഇനി എപ്പോഴുണ്ടാകുമെന്നത് സംബന്ധിച്ച ഒരു സംശയമുള്ളത്. എന്തായാലും സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള അന്തിമഘട്ട ചർച്ചകൾ തന്നെയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയിൽ, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കെ സി വേണുഗോപാൽ, രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ വി ഡി സതീശൻ, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലെ മറ്റ് അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ നിർണായക യോഗം ഇപ്പോൾ 12 മണി പിന്നിട്ടിട്ടും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇനിയും അല്പസമയം കൂടി ഈ യോഗം നീളുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ യോഗത്തിന് ശേഷം കേരളത്തിലെ നേതാക്കൾ, നമുക്കറിയാം കേരളത്തിലേക്ക് മടങ്ങേണ്ടുന്ന 3 നേതാക്കൾ ഇന്നിപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വി ഡി സതീശനും സണ്ണി ജോസഫും അതോടൊപ്പം തന്നെ വണ്ടൂരിലെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള നേതാവും കൂടി അതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഈ അനിൽകുമാർ ഇതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഈ 3 പേർക്കും തങ്ങളുടെ മണ്ഡലത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. നാളെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. 3 ദിവസം മാത്രമാണ് ഇനി നാമനിർദ്ദേശ പത്രിക നൽകാൻ ബാക്കിയുള്ളത്. അപ്പോൾ അവരുടെ തിരിച്ചു യാത്രയ്ക്ക് മുൻപ് തന്നെ ഇതിലെല്ലാം ഒരു അന്തിമ തീരുമാനമുണ്ടായി. പട്ടികയും തയ്യാറാക്കി വെച്ചായിരിക്കും നേതാക്കൾ മടങ്ങുന്നത്. നാളെ രാവിലെ തന്നെ ഇത് പുറത്തിറക്കാനായിരിക്കും ഒരു പക്ഷേ കോൺഗ്രസ് ചിന്തിക്കുക. കാരണം പ്രത്യേകിച്ച് ഇനി ഈ രാത്രിയിൽ ഈ പട്ടിക പുറത്തിറക്കിയാൽ അത് ആ പട്ടികയുടെ ഒരു വരവിനെ അത് സ്വീകരിക്കാൻ പ്രവർത്തകർക്കും മതിയായ ഒരു ഒരുക്കം കിട്ടാനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ പട്ടികയുടെ പ്രഖ്യാപനം നമുക്ക് നാളെ പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ സമ്പൂർണ്ണമായ പട്ടിക പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ നേതാക്കൾക്കും ചിലപ്പോൾ ഭാഗികമായി നിരാശപ്പെടേണ്ടി വരും എന്ന ചില സൂചനകൾ കൂടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും എൽ പിമാർ മത്സരിക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്നിപ്പോൾ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. രാത്രി ഏറെ പിന്നിട്ടിട്ടും ഡൽഹിയിൽ ഈ യോഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിർണായക യോഗത്തിനായി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് തന്നെ നേതാക്കൾ നേരിട്ടെത്തി, ഇന്ദിരാഭവനിൽ നിന്ന് നേരിട്ടെത്തി. അവർ ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എം പിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഒരു അന്തിമ തീരുമാനം ഇന്നത്തെ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. ശരി, എന്തായാലും സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം കൂടി കഴിയുകയാണ്. അതായത് 3 ദിവസം പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ട് 4ാം ദിവസത്തിലേക്ക് കേരളം കടക്കുകയാണ്. പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് പല മണ്ഡലങ്ങളിലും, നമുക്ക് ഇപ്പോഴും ആ ചോദ്യത്തിന് ഉത്തരമില്ല. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇപ്പോഴും പല പേരുകളിലേക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രഖ്യാപനം നാളെ ആകുമെന്നുള്ള സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇന്ന് ഇത്രയും സമയമായതിനുകൊണ്ട് ഇനി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ പോലും കോൺഗ്രസ് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് നാളെ രാവിലെ ഉണ്ടാകൂ എന്നുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. അതായത് ഈ രാത്രി പട്ടിക വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. വിഷ്ണു, സമയം ഇത്ര കഴിഞ്ഞു, ഇപ്പോൾ ഒറ്റ പേരിലേക്ക് എത്തിയാലും എം പിമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താലും പട്ടിക പ്രസിദ്ധീകരിക്കുക ഇന്ന്, അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികളെ ലാൻഡ് ചെയ്യുന്നതിനൊക്കെ വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. അതിനേക്കാൾ നല്ലത് രാവിലെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ആ ഒരു തീരുമാനത്തിലേക്ക് പോകാനല്ലേ സാധ്യത? തീർച്ചയായും അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. പ്രധാനമായും നമുക്കറിയാം ഇന്ന് വൈകിട്ട് മുതൽ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പല മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തകരെല്ലാം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ഫ്ലക്സുകളും അതോടൊപ്പം തന്നെ നോട്ടീസുകളും പോസ്റ്ററുകളും എല്ലാം തയ്യാറാക്കി, പ്രചരണ വാഹനങ്ങൾ തയ്യാറാക്കി അവർ ഒരുങ്ങി നിന്നത് പ്രത്യേകിച്ച് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ NDAയും എല്ലാം തങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനവും അതോടൊപ്പം തന്നെ റാലികളും എല്ലാം സംഘടിപ്പിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു. ഇന്നിപ്പോൾ 3 ദിവസം
പിന്നിടുമ്പോഴെങ്കിലും പട്ടിക ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ അവരുടെ ആവേശം ഈ രാത്രി വൈകുന്തോറും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അർദ്ധരാത്രിയിലേക്ക് കടന്നിരിക്കുന്നു, അടുത്ത തീയതിയായിരിക്കുന്നു. ഈ ദിവസം ഈ നേരത്ത് ഈ പട്ടിക പുറത്തു വിട്ടാൽ അതിന്റെ ഒരു ഇമ്പാക്ട് സമൂഹത്തിൽ കുറയും, വോട്ടർമാർക്കിടയിൽ അത് കുറഞ്ഞു പോകുമെന്ന ഒരു ചിന്താഗതി കൂടി കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അർദ്ധരാത്രിയിൽ തിടുക്കപ്പെട്ട് ഈ പട്ടിക പുറത്തുവിടുന്നതിന് പകരം നാളെ രാവിലെ തന്നെ ഈ പട്ടിക പുറത്തുവിടാനുള്ള ഒരു നീക്കമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക. അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നാളത്തെ വാർത്തകളിലുടനീളം രാവിലെ മുതൽ തന്നെ തങ്ങളുടെ പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടികയുമായി നിറഞ്ഞു നിൽക്കാമെന്ന കണക്കുകൂട്ടലും കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നിപ്പോൾ അർദ്ധരാത്രി പിന്നിട്ട് ഈ വേളയിൽ ഒരു പട്ടിക പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ തീരുമാനം, പട്ടികയിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള തീരുമാനം ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. ആ പട്ടികയിൽ ഒഴിച്ചിട്ടിരിക്കുന്ന പേരുകൾ 40ഓളം മണ്ഡലങ്ങളാണ് കോൺഗ്രസിന് ഈ പ്രഖ്യാപനം നടത്താനുണ്ടായിരുന്നത്. ആ 40ഓളം മണ്ഡലങ്ങളിൽ 40ഇടത്തുമുള്ള ആളുകളുടെ പേരുകൾ ഇനി അർദ്ധരാത്രിയോട് കൂടി കോൺഗ്രസ് അതിലെ ഒറ്റ പേരിലേക്ക് എത്തും. ആ ഒറ്റ പേരുമായി ആ ഒറ്റ പേരിന് അംഗീകാരം ലഭിച്ചതിന് പിന്നാലെയാവും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഇവിടെ നിന്ന് മടങ്ങുന്നത്. തുടർന്ന് അവരുടെ ഡൽഹിയിലെ അഭാവത്തിലായിരിക്കും ഒരു പക്ഷേ പട്ടിക നാളെ കോൺഗ്രസ് പുറത്തുവിടാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ വലിയ പ്രതിഫലനങ്ങൾ ഈ പട്ടികയ്ക്ക് നാട്ടിലുണ്ടാകും, കേരളത്തിലുണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കും തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾക്കും കുറെ കൂടി ചൂട് പകരും. അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ പിണങ്ങി നിൽക്കുന്ന നേതാക്കളെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ അസംതൃപ്തരായ നേതാക്കളെയും വിമതരായിട്ടുള്ള പ്രാദേശിക നേതാക്കളെയും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പട്ടിക പുറത്തിറക്കാനായിരിക്കും കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്.